അമേരിക്കയുടെ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ തലകുനിക്കില്ല. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ അമേരിക്കയുമായുള്ള വ്യാപാര കരാറിൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തവും സുദൃഢവുമാണ്. ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാതെ ഒരു കരാറിനും ഇല്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ US ഉദ്യോഗസ്ഥർ ഉന്നയിക്കുന്ന പുതിയ ആരോപണങ്ങൾക്കും കടുത്ത ഭാഷയിൽ തന്നെ ഇന്ത്യ മറുപടി നൽകിയിരിക്കുകയാണ്. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ നീണ്ടുപോകുന്നതിന് പിന്നിൽ രാഷ്ട്രീയമായ പഴിചാരലുകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് വാഷിംഗ്ടൺ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നേരിട്ട് വിളിച്ച് സംസാരിക്കാത്തതാണ് കരാർ വൈകാൻ കാരണമെന്ന വിചിത്രമായ വാദമാണ് US വാണിജ്യ സെക്രട്ടറി ഹൊവാർഡ് ലുട്നിക് ഉയർത്തുന്നത്. എന്നാൽ വ്യക്തിപരമായിട്ടുള്ള സൗഹൃദങ്ങൾക്കപ്പുറം രാജ്യത്തിന്റെ സാമ്പത്തിക താല്പര്യങ്ങൾക്കാണ് ഇന്ത്യ മുൻഗണന നൽകുന്നത്. അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് മുൻതൂക്കം ലഭിക്കുന്ന രീതിയിൽ കരാർ വ്യവസ്ഥകൾ അടിച്ചേൽപ്പിക്കാനുള്ള നീക്കത്തെ ഇന്ത്യ ശക്തമായി പ്രതിരോധിക്കുന്നു. കഴിഞ്ഞ ജൂലൈയിൽ മോദി ട്രംപുമായി സംസാരിക്കാൻ വിസമ്മതിച്ചുവെന്ന ലുട്നിക്കിന്റെ പ്രസ്താവന ഇന്ത്യ തള്ളിക്കളയുകയാണ്. 2025 മാത്രം 8 തവണ ഇരു നേതാക്കളും സംസാരിച്ചിട്ടുണ്ടെന്നും ചർച്ചകൾ പ്രായോഗികമായ തലത്തിലാണ് നടക്കേണ്ടതെന്നും ഇന്ത്യ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ വർഷം ഫെബ്രുവരി മുതൽ ആരംഭിച്ച ചർച്ചകൾ ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയുടെ പേരിൽ ഇന്ത്യക്കുമേൽ തീരുവ വർദ്ധിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി കരാറിൽ വിട്ടുവീഴ്ച ചെയ്യിക്കാനായിരുന്നു അമേരിക്കയുടെ ഇത്രയും നാളത്തെ ശ്രമം. വിയറ്റ്നാം, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾക്ക് നൽകുന്ന കുറഞ്ഞ തീരുവ ഇന്ത്യക്കും നൽകാമെന്ന വാഗ്ദാനം അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിലും അതിന് പകരമായി ഇന്ത്യയുടെ വിപണിയിൽ അമേരിക്കൻ കമ്പനികൾക്ക് അനാവശ്യമായിട്ടുള്ള മുൻഗണന നൽകണമെന്ന നിബന്ധനയാണ് തടസ്സമായി നിൽക്കുന്നത്. ഒരു അപ്രമാദിത്വം അമേരിക്കൻ കമ്പനികൾക്ക് നൽകണമെന്നുള്ള അതാണ് തടസ്സമായി നിൽക്കുന്നത്. നിലവിൽ 50% വരെ ഇറക്കുമതി തീരുവയാണ് അമേരിക്ക ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ചുമത്തിയിരിക്കുന്നത്. നരേന്ദ്രമോദി തന്നെ നേരിട്ട് കണ്ട് അഭ്യർത്ഥിച്ചു എന്ന തരത്തിലുള്ള ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദങ്ങൾ വെറും സമ്മർദ്ദ തന്ത്രങ്ങൾ മാത്രമായാണ് വിദേശകാര്യ മന്ത്രാലയം വിലയിരുത്തുന്നത്. സർ എന്ന അഭിസംബോധന ചെയ്ത് മോദി കൂടിക്കാഴ്ചയ്ക്ക് അനുവാദം ചോദിച്ചുവെന്ന പ്രചാരണം തള്ളിക്കളഞ്ഞ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ ഇരു നേതാക്കളും പരസ്പര ബഹുമാനത്തോടെയാണ് സംസാരിക്കാറുള്ളതെന്ന് ഓർമ്മിപ്പിച്ചു. വ്യാപാര കരാറിനായി ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ അമേരിക്കൻ ഭരണകൂടം നടത്തുന്ന നയതന്ത്ര നീക്കങ്ങളെ ഇന്ത്യ അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത്. ചുരുക്കത്തിൽ അമേരിക്കയുമായി ഒരു വ്യാപാര കരാർ ഇന്ത്യ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് മുഖം തിരിഞ്ഞു നിൽക്കുന്നില്ല. പക്ഷെ അത് ഇന്ത്യയുടെ നിബന്ധനകളിലായിരിക്കണം എന്ന് മാത്രം. ജനുവരി പകുതിയോടെ കരാർ യാഥാർത്ഥ്യമാകുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും രാജ്യത്തിന്റെ അഭിമാനം പണയപ്പെടുത്തിയിട്ടുള്ള ഒരു ഒപ്പിടലിനും മോദി സർക്കാർ തയ്യാറാകില്ല. വിദേശ നയത്തിൽ ഇന്ത്യ കാട്ടുന്ന ഈ ആർജവം പുതിയ ഇന്ത്യയുടെ കരുത്താണ് വിളിച്ചോതുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.